നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വൻ ട്വിസ്റ്റുകൾ. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് ബി.ജെ.പിയെ പിന്തുണച്ചു. ഇരട്ടി ഭൂരിപക്ഷമുണ്ടായിരുന്നിട്ടും തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിൽ യു.ഡി.എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റു. 3 പഞ്ചായത്തുകളിൽ എസ്.ഡി.പി.ഐ യു.ഡി.എഫിന് പിന്തുണ നൽകി. പാർട്ടി നിർദ്ദേശത്തിന് പിന്നാലെ 2 ഇടങ്ങളിൽ പ്രസിഡന്റുമാർ രാജിവെച്ചു. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിലെ അട്ടിമറി യു.ഡി.എഫിനെ ഞെട്ടിക്കുന്നതായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് ഇരട്ടി ഭൂരിപക്ഷമുണ്ടായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാണ് ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കി ഭരണത്തിലെത്തിയത്. സംഭവത്തിൽ 2 പ്രാദേശിക നേതാക്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കി. തിരുവനന്തപുരം പാങ്ങോട്, പത്തനംതിട്ട കോട്ടാങ്ങൽ, തൃശൂർ ചൊവ്വാന്നൂർ പഞ്ചായത്തുകളിൽ എസ്.ഡി.പി.ഐ പിന്തുണയിലാണ് യു.ഡി.എഫ് വിജയിച്ചത്. പാങ്ങോടും കോട്ടാങ്ങലിലും കെ.പി.സി.സി നിർദ്ദേശത്തെ തുടർന്ന് പ്രസിഡന്റുമാരായി വിജയിച്ചവർ രാജിവെച്ചു. ചൊവ്വാന്നൂരിൽ സഖ്യം തുടരുകയാണ്. എറണാകുളം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ യു.ഡി.എഫ് 2020യുമായി സഖ്യമുണ്ടാക്കിയാണ് ഭരണം പിടിച്ചത്. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ആർ.ജെ.ഡിയുടെ ഒരംഗം വോട്ട് മാറി ചെയ്തതോടെ യു.ഡി.എഫ് ആർ.എം.പി സഖ്യമായ ജനകീയ മുന്നണി അധികാരത്തിലെത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദത്തെടുത്ത അവണിശ്ശേരി പഞ്ചായത്തിൽ യു.ഡി.എഫിലെ റോസ്ലി ജോയി നറുക്കെടുപ്പിലൂടെ അധ്യക്ഷയായി. അപ്രതീക്ഷിതമായ ട്വിസ്റ്റിലൂടെയാണ് സി.പി.ഐ.എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ തട്ടകമായ മുണ്ടേരി പഞ്ചായത്തിലെ ഭരണം യു.ഡി.എഫ് പിടിച്ചെടുത്തത്. ഒരു എൽ.ഡി.എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് യു.ഡി.എഫ് വിജയിച്ചത്. പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിലും ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിലും യു.ഡി.എഫ് അംഗങ്ങൾ കൂറുമാറി എൽ.ഡി.എഫിനൊപ്പം ചേർന്ന് പ്രസിഡന്റുമാരായി. പട്ടികജാതി സംവരണമുണ്ടായിരുന്ന കൊല്ലം അലയമൺ ഗ്രാമപഞ്ചായത്തിൽ യു.ഡി.എഫിന് ഭൂരിപക്ഷമുണ്ടായിരുന്നെങ്കിലും മത്സരിക്കാൻ ആളില്ലാത്തതിനാൽ എൽ.ഡി.എഫ് അംഗം എസ് ആനന്ദ് പ്രസിഡന്റായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഭാര്യ ഡോക്ടർ ആർ ലതാദേവി ചുമതലയേൽക്കുന്നത് കാണാൻ മന്ത്രി ജി.ആർ. അനിലെത്തിയത് വേറിട്ട കാഴ്ചയായി. ന്യൂസ് ഡെസ്ക് 24. തൃശൂർ മറ്റത്തൂരിൽ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്ത് കോൺഗ്രസ്. 10 വാർഡ് മെമ്പർമാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഭവത്തിൽ 2 പ്രാദേശിക നേതാക്കളെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, കൂടുതൽ നടപടി വിവരങ്ങൾ. സൂരജ്. കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. 8 യു.ഡി.എഫ് അംഗങ്ങളായിരുന്നു ഇന്ന് രാവിലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി കാണിച്ചുകൊണ്ട് കത്ത് നൽകുകയും പിന്നീട് ബി.ജെ.പി പിന്തുണയോടുകൂടി അധികാരം പിടിക്കുകയും ചെയ്ത്. മറ്റത്തൂരിലെ 15 വർഷമായി എൽ.ഡി.എഫ് ആയിരുന്നു ഈ ഭരിച്ചിരുന്നത്. ആ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ബി.ജെ.പിയുമായി ഇവർ സഖ്യത്തിൽ ഏർപ്പെട്ടത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഈ 8 അംഗങ്ങളെയും പുറത്താക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിമതരായി ജയിച്ച 2 പേരെയും ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിമതരെ തിരിച്ചെടുക്കണമെന്നടക്കം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഡി.സി.സി ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വിമതരെ അടക്കം തിരിച്ചെടുത്തിരുന്നു. അങ്ങനെ വിമതരെ തിരിച്ചെടുത്ത് എന്ന് കാണിച്ച ആ ഉത്തരവ് വാങ്ങിയതിനു ശേഷമാണ് ഈ 8 അംഗങ്ങൾ രാജിവെക്കുകയും ആ വിമതരിൽ ഒരാളുടെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് ബി.ജെ.പിയുമായി സഖ്യത്തിലേർപ്പെട്ട് ഈ അധികാരം പിടിച്ചെടുത്തത്. എന്തായാലും നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രാദേശിക നേതാക്കളെ പുറത്താക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ 10 പേർക്കെതിരെ കൂടി ഇപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുന്ന ടി.കെ. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 7 വീതം ജില്ലാ പഞ്ചായത്തുകളിൽ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും ഭരണം ലഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എൽ.ഡി.എഫ് അംഗങ്ങൾ പ്രസിഡന്റുമാരായി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യു.ഡി.എഫിനാണ് അധ്യക്ഷ സ്ഥാനം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ എൽ.ഡി.എഫിലെ വി പ്രിയദർശിനിയാണ് അധ്യക്ഷ. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ സി.പി.ഐ കടക്കൽ മണ്ഡലം ആക്ടിംഗ് സെക്രട്ടറിയും മന്ത്രി ജി.ആർ. അനിലിന്റെ ഭാര്യയുമായ ഡോക്ടർ ആർ. ലതാദേവി അധ്യക്ഷയായി. പത്തനംതിട്ടയിൽ യു.ഡി.എഫിന്റെ ദീനാമ റോയിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ യു.ഡി.എഫിന്റെ ജോഷി ഫിലിപ്പും ആലപ്പുഴയിൽ എൽ.ഡി.എഫിലെ എ. മഹേന്ദ്രനും തെരഞ്ഞെടുക്കപ്പെട്ടു. യു.ഡി.എഫിലെ ഷീല സ്റ്റീഫനാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. യു.ഡി.എഫിലെ കെ.ജി. രാധാകൃഷ്ണൻ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ അധ്യക്ഷനായി. തൃശൂരിൽ എൽ.ഡി.എഫിലെ മേരി തോമസാണ് അധ്യക്ഷ. പാലക്കാട് എൽ.ഡി.എഫിലെ ടി.എം. ശശി അധ്യക്ഷനായി. യു.ഡി.എഫിലെ പി.എ. ജബ്ബാർ ഹാജിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കോഴിക്കോട് യു.ഡി.എഫിലെ മില്ലി മോഹൻ, വയനാട് യു.ഡി.എഫിലെ ചന്ദ്രിയ കൃഷ്ണൻ, കണ്ണൂരിൽ എൽ.ഡി.എഫിലെ ബിനോയ് കുര്യൻ, കാസർകോട് എൽ.ഡി.എഫിലെ സാബു എബ്രഹാമും അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച എസ്.ഐ.ടി. ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് എസ്.ഐ.ടി നീക്കം. എസ്.ഐ.ടി സംഘത്തോട് സഹകരിക്കാത്ത നിലപാടാണ് തമിഴ്നാട് പോലീസ് സ്വീകരിക്കുന്നത്. അതിനിടെ നിരപരാധിയാണെന്ന് ആവർത്തിച്ച ഡി മണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ഡി മണി അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് എസ്.ഐ.ടി. എന്നാൽ എസ്.ഐ.ടിയെ സഹായിക്കാൻ നിയോഗിച്ച തമിഴ്നാട് പോലീസ് ഇന്നലെ വൈകിട്ടോടെ പിന്മാറി. ഇന്നും അന്വേഷണത്തോട്
ഡിണ്ടിഗൽ പോലീസ് സഹകരിക്കുന്നില്ലെന്നാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിരപരാധിയാണെന്നും തന്നെ വേട്ടയാടുന്നത് തുടർന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഡി மணி പറഞ്ഞു. சாதாரண ஒரு ஃபேமிலி எதுக்கு வராங்க என்ன நானும் மீடியாவில் இருக்கேன் கேட்டா எதுக்காக என்கிட்ட வராங்கன்னு தெரியல. 20 வருஷமா ஆட்டோ ஓட்டினேன். நான் இன்னும் பெருசாலாம் சம்பாதிக்கல. யாருமே தெரியாது பிரதர். எனக்கு தெரியுமான்னு கேட்க சொல்லுங்க. நான் ஒரு சாமானிய ஆள் കേട്ടാ ഞാൻ സൂസൈഡ് ചെയ്ത് സെത്തുരുவேன். ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രാജ്യാന്തര ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കുന്നതിൽ SITക്ക് പരിമിതിയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല. ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്, വലിയ മാഫിയകളുണ്ട്. അതിന്റെ ഒരു കണ്ണിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും SIT അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരന്വേഷിക്കണം, യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഡി മണി പറഞ്ഞത് മുഴുവൻ കളവാണെന്നും ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്നും പോലീസ് സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു. മണി ഉപയോഗിക്കുന്ന 3 നമ്പറും മറ്റുള്ളവരുടെ പേരിലുള്ളവയാണ്. SIT ചോദ്യം ചെയ്തത് താൻ കണ്ട ഡി മണിയെ തന്നെയെന്ന് ഉറപ്പിച്ച പ്രവാസി വ്യവസായിയിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും. ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. വിഗ്രഹക്കടത്തിന് ഇയാളാണ് ഇടനിലനിന്നതെന്നാണ് SITക്ക് ലഭിച്ച വിവരം. ശ്രീകൃഷ്ണനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ചിത്രം പ്രചരിപ്പിച്ചുവെന്ന കേസിൽ നാടകീയ സംഭവവികാസങ്ങൾ. കലാപാഹ്വാനത്തിന് കേസെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു. പിശക് പറ്റിയ ചിത്രം പങ്കുവച്ചത് താനല്ല എന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണെന്നും N സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നൽകി. ഇന്ന് രാവിലെ N സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തിയ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് വഴങ്ങിയില്ല. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച സുബ്രഹ്മണ്യന്റെ രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പിന്നീട് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. ഇതിനോടകം പോലീസ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനും സർക്കാരിനുമെതിരെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. താൻ പോസ്റ്റ് ചെയ്ത 2 ചിത്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പം തന്നെ അതിനകത്ത് എന്തോ അപാകത ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്താണ്. ഡിലീറ്റ് ചെയ്തൊരു പടത്തെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വന്ന 2 പടവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നെടുത്തതാണ്. എന്നാൽ പിശകു പറ്റിയ ചിത്രം തന്റെ സഹായിയാണ് പോസ്റ്റ് ചെയ്തതെന്ന മൊഴിയാണ് സുബ്രഹ്മണ്യൻ പോലീസിന് നൽകിയത്. സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസിന് ഇരട്ടത്താപ്പെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പോലീസിന്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. സത്യത്തിൽ പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്തു പിടിച്ചെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ. N സുബ്രഹ്മണ്യൻ ഇന്നലെ മുഴുവൻ സമയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ പോരെ, വിളിച്ചാൽ പോരെ, വരില്ലേ? എന്തിനാണ് ഈ നടപടി? അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്നും ചേവായൂർ CI പറഞ്ഞു. 24 കോഴിക്കോട്. പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരൻ സുഹാനെ കണ്ടെത്താനുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്ത് പോലീസിന്റെ തിരച്ചിൽ തുടരും. അമ്പാട്ടുപാളയം എരുമങ്കോട് സ്വദേശി അനസ് തൗഹിദ ദമ്പതികളുടെ മകൻ സുഹാനെയാണ് രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് കാണാതായത്. സഹോദരനുമായി പിണങ്ങി കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് തൗഹീദ അനസ് ദമ്പതികളുടെ, എരുമങ്കോട് സ്വദേശികളായ ഈ ദമ്പതികളുടെ 6 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ സുഹാനെ കാണാതാകുന്നത്. ഈ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കെ പിന്നീട് സുഹാൻ വീട്ടിലെത്തുന്നുണ്ട് 11 മണിയോടുകൂടി. അതിനുശേഷം വീട്ടിൽ സഹോദരനുമായി എന്തോ ചെറിയ പിണക്കമുണ്ടാകുന്നു. പിന്നീടാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ വീട് വിട്ട് ഇറങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചു വരാറുള്ളതാണ്. കാരണം ഈ പ്രദേശത്തെ 2 വീടുകൾ ഒഴികെ കുട്ടിക്ക് മറ്റ് വീടുകളോ മറ്റ് പരിചയക്കാരോ ഒന്നും ഈ പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകാറ്. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടുകാർ പിന്നീട് തെരച്ചിൽ നടത്തുന്നു. പിന്നീട് പ്രദേശവാസികൾ ഉൾപ്പെടെ മേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് ചിറ്റൂർ പോലീസിൽ പരാതി നൽകുന്നത്. ചിറ്റൂർ പോലീസ് അടക്കം പിന്നീട് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒപ്പം ഡോഗ് സ്ക്വാഡും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒക്കെ എത്തി ഈ സമീപത്ത് ഉൾപ്പെടെ തെരച്ചിൽ നടത്തി. ഡോഗ് സ്ക്വാഡ് എത്തി നിന്നത് സമീപത്തുള്ള ഒരു കുളത്തിലാണ്. അതായത് ഈ കാണുന്നതാണ് സുഹാൻ്റെ വീട്. ഇതിന് തൊട്ട്
പുറകിൽ ഒരു വലിയ ആമ്പൽക്കുളമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പ്രദേശവാസികളോ കുട്ടികളോ ഒന്നും ആ മേഖലയിലേക്ക് ഇറങ്ങാറില്ല. അവിടെയാണ് ഡോഗ് സ്ക്വാഡ് എത്തി നിന്നത്. അതോടുകൂടി തന്നെ അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ തിരച്ചിൽ നടത്തി, വ്യാപകമായി തന്നെ ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി തന്നെ കുളത്തിൽ കുട്ടിയില്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ. എന്തായാലും 6 മണിവരെ ഫയർ ആൻഡ് റെസ്ക്യൂ കുളത്തിൽ അടക്കം തെരച്ചിൽ നടത്തി. അതിനുശേഷം ഇരുട്ട് ഒരു വെല്ലുവിളിയായതോടുകൂടി കുളത്തിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പക്ഷേ മേഖലയിൽ പോലീസ് തെരച്ചിൽ തുടരും. കാരണം ഈ കുട്ടിക്ക് ഫിക്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളും ഉൾപ്പെടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഫിക്സോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് പ്രദേശത്ത് തന്നെ എവിടെയെങ്കിലും മയങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ പേടിച്ച് മാറി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകാം എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ രാത്രിയും പോലീസിൻ്റെ തെരച്ചിൽ തുടരും. എന്തായാലും സുഹാന് വേണ്ടി രാത്രി പോലീസിൻ്റെയും തുടർന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർന്ന് നാളെയും വ്യാപകമായ തെരച്ചിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. 11 മണിയോടുകൂടി കാണാതായ സുഹാനെ ആ സമയം മുതൽ നാട്ടുകാരും ബന്ധുക്കളും ഒപ്പം പോലീസും എല്ലാം ചേർന്ന് വ്യാപകമായി തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. വാർത്താമഴയിലേക്ക് വീണ്ടും ഫസ്റ്റ് ഓൺ 24. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഭരണവിരുദ്ധ വികാരം പ്രാദേശിക ഭരണത്തിനെതിരെയെന്നും CPIM. തുടർച്ചയായി LDF ഭരിച്ചിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരായ വികാരം പ്രതിഫലിച്ചു. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പരിഹാരം കാണുന്നതിൽ സംഘടനാ വീഴ്ചയുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള പാർട്ടി കമ്മിറ്റികൾക്ക് വീഴ്ചയുണ്ടായി എന്നും വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പത്മകുമാറിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമായെന്നും വിമർശനം. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ശ്രീജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാനായി ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടായത്. സംസ്ഥാനത്ത് സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അത്തരമൊരു ജനവിധിയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. എന്നാൽ CPIM LDFും കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പാണ് വലിയ തോൽവിക്ക് ഇടയാക്കിയതെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിഗമനം. ആ എതിർപ്പ് മുൻകൂട്ടി കാണുന്നതിലും പരിഹാര നടപടികൾ എടുക്കുന്നതിലും പാർട്ടിക്ക് സംഘടനാപരമായ വീഴ്ച പറ്റിയെന്ന വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സബ് കമ്മിറ്റികൾക്ക് വീഴ്ച പറ്റി. അവർ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച ഉണ്ടായി എന്നുള്ള വിമർശനമാണ് ഉണ്ടായത്. ശബരിമല ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പിടിച്ചെടുക്കുമെന്ന് CPIM നിരീക്ഷിക്കുന്നില്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെതിരെ നടപടി വൈകിയത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എതിരാളികൾ പ്രചരണ വിഷയമാക്കി. അത് പാർട്ടിക്കെതിരായ ഒരു പ്രചരണായുധമായി തന്നെ മാറി. അത് എതിരാളികൾ ഫലപ്രദമായി ഉപയോഗിച്ചു. എന്നാൽ പാർട്ടി ഈ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തിൽ ഒരു തെറ്റുമില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. കാരണം സംഘടനാപരമായി എടുത്ത നടപടികൾ പൂർണ്ണമായും ശരിയാണ്. കുറ്റപത്രം വരാതെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നത് പാർട്ടിയുടെ എക്കാലത്തെ നിലപാടാണ്. അതാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണ വിഷയമായി. പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതിവേഗം തിരുത്തൽ നടപടികൾ ആരംഭിക്കാനുള്ള തീരുമാനവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടുണ്ട്. ചില തിരുത്തൽ നടപടികൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ അടിയന്തരമായി LDF യോഗം വിളിക്കുന്നത്. കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം കൂട്ടായി നടത്തുന്നതിനുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ LDF വിളിക്കുന്നത്. കേന്ദ്ര വിഹിതം ലഭിക്കാൻ വൈകുന്നത്, വായ്പാ പരിധി വെട്ടിക്കുറച്ചത്, ഒപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങളിൽ ഊന്നി വലിയ തോതിലുള്ള കേന്ദ്രവിരുദ്ധ പ്രചരണം നടത്താനാണ് തീരുമാനം. ഇതോടുകൂടി ഈ പ്രവർത്തകരുടെ മനോവീര്യം, ആത്മവീര്യം നഷ്ടപ്പെടാതെ കാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഉയർന്നത്. നാളെ സംസ്ഥാന സമിതിയിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അവലോകനം അന്തിമമാക്കുക. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നും ഭരണവിരുദ്ധ വികാരം പ്രാദേശിക ഭരണത്തിനെതിരെയാണെന്നും CPIM വിലയിരുത്തുന്നു. ശ്രീജിത്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൗരത്വ രേഖയായി കണക്കാക്കിയുള്ള നേറ്റിവിറ്റി കാർഡുകളുടെ വിതരണത്തിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സർക്കാർ. വില്ലേജ് അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നേറ്റിവിറ്റി കാർഡുകൾ നൽകണം എന്നാണ് നിർദ്ദേശം. എന്നാൽ അപേക്ഷയിൽ അന്വേഷണം കൂടാതെ നേറ്റിവിറ്റി കാർഡുകൾ വിതരണം ചെയ്യുന്നതിനോട് റവന്യൂ വകുപ്പ് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. കാർഡിന് നിയമപരമായ പിൻബലം നൽകുന്നതിനുള്ള ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പൗരത്വം തെളിയിക്കുന്നതിനുള്ള എളുപ്പമാർഗമെന്ന നിലയ്ക്ക് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ എല്ലാവർക്കും നേറ്റിവിറ്റി കാർഡ് നൽകാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ഈ സർക്കാരിൻ്റെ കാലാവധിക്കകം തന്നെ കാർഡുകൾ വിതരണം ചെയ്യാനാണ് പദ്ധതി. ജനനത്തീയതിക്ക് പുറമെ ആധാർ നമ്പർ, പാൻ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയും കാർഡിൽ ഉൾപ്പെടുത്തും.
വില്ലേജ് തലത്തിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നേറ്റിവിറ്റി കാർഡുകൾ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം. എന്നാൽ നിയമപരമായ പിൻബലം ഉറപ്പാക്കി നൽകുന്ന കാർഡ് ക്യാമ്പിൽ അപേക്ഷ സ്വീകരിച്ച് അപ്പോൾ തന്നെ നൽകുന്ന നിർദ്ദേശത്തിൽ റവന്യൂ വകുപ്പിന് ആശങ്കയുണ്ട്. അപേക്ഷ സ്വീകരിക്കുകയും സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരനാണോ എന്നത് അന്വേഷിച്ച് ബോധ്യപ്പെടുകയും ചെയ്യാതെ കാർഡ് നൽകുന്നതിലാണ് ആശങ്ക. വിദേശത്ത് ജനിച്ചവരാണെങ്കിലും കേരളത്തിൽ സ്ഥിരതാമസമാണെങ്കിൽ നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടാകും. അവരുടെ അച്ഛനോ അമ്മയോ കേരളീയരായിരിക്കണമെന്നതാണ് നിബന്ധന. ഇത്തരം കാര്യങ്ങളിൽ വില്ലേജ് തലത്തിൽ അന്വേഷണം നടത്താതെ കാർഡുകൾ വിതരണം ചെയ്യുന്നത് അപകടകരമാണെന്നാണ് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മാർച്ച് 30-നകം തന്നെ നേറ്റിവിറ്റി കാർഡ് വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിൻ്റെ താൽപ്പര്യം. അന്വേഷണം നടത്തി കാർഡ് വിതരണം ചെയ്യാനിരുന്നാൽ താമസമുണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തി കാർഡ് നൽകണമെന്ന റവന്യൂ വകുപ്പിൻ്റെ ആവശ്യം സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പില്ല. നേറ്റിവിറ്റി കാർഡിന് നിയമപരമായ പിൻബലം ഉറപ്പാക്കുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. നിയമനിർമ്മാണ നടപടികൾ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് അവതരിപ്പിക്കാനാണ് ധാരണ. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പുതുക്കിയ തൊഴിലുറപ്പ് ഭേദഗതി ബിൽ VBG റാംജിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൻ്റെതാണ് തീരുമാനം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചത് പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചാണെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. VBG റാംജി നിയമത്തിന്റെ ഉപയോക്താവ് അദാനിയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് ശേഷമുള്ള പ്രവർത്തക സമിതി യോഗമാണ് ഡൽഹി ഇന്ദിരാഭവനിൽ ചേർന്നത്. VBG റാംജി, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലെ അക്രമ സംഭവങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. യോഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ രൂക്ഷ വിമർശനം. VBG റാംജി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള സംഘപരിവാർ ശ്രമത്തിന്റെ വിജയമെന്നും നടന്നത് പാവപ്പെട്ടവരുടെ വയറ്റത്തടിയെന്നും AICC അധ്യക്ഷൻ. ക്രിസ്മസ് ദിനത്തിലെ ആക്രമണങ്ങളെയും അപലപിച്ച് ഖർഗെ. ദരിദ്രരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്നത്. നടക്കുന്നത് വൺ മാൻ ഷോ എന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. This is an attack on the infrastructure of those states because NREGA used to build infrastructure. And this is the decimation of Indian labor because MNREGA used to guarantee a minimum floor. So it is a devastating attack. ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ അടുത്ത മാസം 5-ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മൻരേഗ വർക്കേഴ്സ് ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കിയ പുതിയ നിയമത്തിനെതിരായി ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേശവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രവർത്തക സമിതിയിൽ കേരളത്തിലെ അംഗങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട്. വിജയത്തിൽ അഹങ്കരിക്കാതെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളോട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. 24, ഡൽഹി. കോൺഗ്രസിനെ വെട്ടിലാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ ദിഗ്വിജയ് സിംഗ്. RSSനെ പുകഴ്ത്തി ദിഗ്വിജയ് സിംഗിന്റെ എക്സ് പോസ്റ്റ്. RSSന്റെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചയാളാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നായിരുന്നു പ്രതികരണം. വിവാദമായതോടെ താൻ RSS വിരോധിയെന്ന വിശദീകരണവുമായി ദിഗ്വിജയ് സിംഗ് മലക്കം മറിഞ്ഞു. RSSന് സംഘടനാ ശൈലിയെ പുകഴ്ത്തിയതോടെ പുതിയ വിവാദങ്ങൾക്കാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് തുടക്കമിട്ടത്. RSSൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായതെന്നായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ എക്സ് പോസ്റ്റ്. മുതിർന്ന നേതാവ് LK അദ്വാനിയുടെ കാൽച്ചുവട്ടിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻകാല ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ RSS പ്രശംസ. ഇതാണ് സംഘടനയുടെ ശക്തിയെന്നും ദിഗ്വിജയ് സിംഗ്. കോൺഗ്രസിന്റെ ദൗർബല്യം പരോക്ഷമായി ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് പ്രതികരണം. സമൂഹ മാധ്യമത്തിലൂടെയുള്ള പ്രതികരണം വിവാദമായതോടെ ഒറ്റവരിയിൽ പ്രതികരിച്ച ദിഗ്വിജയ് സിംഗ്. RSS का और मोदी जी का उनकी नीतियों का घोर विरोधी था और रहूंगा. താൻ RSS വിരോധി എന്നായിരുന്നു ദിഗ്വിജയ് സിംഗ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. പ്രവർത്തക സമിതി യോഗത്തിലും താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം നടക്കുന്നില്ലെന്ന വിമർശനം ദിഗ്വിജയ് സിംഗ് ഉന്നയിച്ചു. കോൺഗ്രസിനുള്ളിൽ പരിഷ്കാരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് RSSനെ പ്രശംസിച്ചുള്ള തുറന്ന പ്രതികരണം. 24, ഡൽഹി. ഉന്നാവോ അങ്കിത ഭണ്ഡാരി കേസുകളിൽ നീതി ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം. കോൺഗ്രസ് നേതാവ് മുംതാസ് പട്ടേലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച സാമൂഹ്യ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധത്തിൽ രാഷ്ട്രീയമില്ലെന്നും ബലാത്സംഗ കേസുകളിൽ കർശന നിയമങ്ങൾ വേണമെന്നും മുംതാസ് പട്ടേൽ 24-നോട് പറഞ്ഞു. രാജ്യത്തെ പെൺകുട്ടികൾക്ക് നീതി തേടിയുള്ള നാടകീയ പ്രതിഷേധമാണ് അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റ് കവാടത്തിൽ നടന്നത്. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മകളും സാമൂഹ്യ പ്രവർത്തകയുമായ
മുംതാസ് പട്ടേൽ, അങ്കിത ബയാന എന്നിവരുടെ നേതൃത്വത്തിൽ പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകളുമായി ധർണ നടത്തി. അങ്കിത ഭണ്ഡാരി ഉന്നാവോ കേസുകൾ ഉന്നയിച്ചായിരുന്നു പ്ലക്കാർഡുകൾ. We demand justice, we demand protection, we demand security for all the women in this country. We want stricter laws for crimes against women. We want safety for all the daughters. Like our politicians get good cover of security, we want daughters also should get cover for their security. ഉന്നാവോ അതിജീവിതയുടെ അഭിഭാഷകയും പ്രതിഷേധക്കാരോടൊപ്പം ചേർന്നു. പാർലമെന്റ് കവാടത്തിൽ നിന്നും ജന്തർ മന്ദിറിലേക്ക് മാറണമെന്ന പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും രാജ്യത്ത് പെൺകുട്ടികൾക്ക് സുരക്ഷയൊരുക്കുമെന്ന് എഴുതി നൽകാതെ മാറില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഉന്നാവോ ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻകാറിന്റെ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം നൽകുകയും ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. KSFE ഗാലക്സി ചിട്ടികളുടെ മെഗാ നറുക്കെടുപ്പ് തിരുവനന്തപുരത്ത് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. മെഗാ സമ്മാനമായ മെഴ്സിഡസ് ബെൻസ് കാറിന് തൃശൂർ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിന് കീഴിലെ ഷക്കീൽ KV അർഹനായി. നറുക്കെടുപ്പിന് പിന്നാലെ വിജയിയെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. ഗാലക്സി ചിട്ടികളിലൂടെ ഈ സാമ്പത്തിക വർഷം 1070.2 കോടി രൂപയുടെ ബിസിനസ് നേട്ടമാണ് KSFE കൈവരിച്ചത്. K2597 എന്ന നമ്പറിനാണ് മെഗാ സമ്മാനമായ മെഴ്സിഡസ് ബെൻസ് കാർ അല്ലെങ്കിൽ പരമാവധി 75 ലക്ഷം രൂപ ലഭിച്ചത്. സമ്മാനത്തിന് അർഹനായ തൃശൂർ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിന് കീഴിൽ വരുന്ന ഷക്കീൽ KVയെ മന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. മെഗാ സമ്മാനത്തിന് പുറമെ 17 പേർക്ക് ഇന്നോവ ക്രിസ്റ്റ കാറുകൾ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ, 170 പേർക്ക് ഐഫോൺ അല്ലെങ്കിൽ 60,000 രൂപ എന്നിങ്ങനെയാണ് മറ്റു സമ്മാനങ്ങൾ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനായിരുന്നു നറുക്കെടുപ്പിന്റെ ചുമതല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.